ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹിസ് ആൻഡ് ഹേഴ്സിലെ 4ഉം 5ഉം എപ്പിസോഡാണ്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടത് കൊല്ലപ്പെട്ട ഹെലനെയായിരുന്നു. അതോടൊപ്പം കൊലപാതകം നടന്ന സ്ഥലത്ത് ആനയുടെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്മൈലും. ഹെലന്റെ മരണത്തിന് ഉത്തരവാദി ഇനി ഈ ആന തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. മനുഷ്യന്മാർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. എന്നാൽ അതിലും മോശമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കള്ളം പറയുന്നതാണ്. അത് മറ്റുള്ളവരോട് മാത്രമല്ല, നമ്മളോടും നമ്മൾ കള്ളം പറയുന്നു എന്നുള്ള ആനിയുടെ വോയിസ് ഓവറിലൂടെയാണ് എപ്പിസോഡ് 4 സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് ഹെലന്റെ കൊലപാതകം നടന്ന സ്കൂളാണ്. ജാക്ക് പ്രിയയോട് ഈ ആന എങ്ങനെ ഇവിടെ എത്തി? ഹെലൻ മരിക്കുന്ന സമയത്ത് ഇവളിവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പൊ പ്രിയ, ഹെലൻ രാവിലെ ഇന്ന് ആനയോട് 7 മണിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇവിടെ വന്നതെന്ന എന്നോട് പറഞ്ഞത്. എന്നാൽ ആന വന്ന് നോക്കുമ്പോൾ മരിച്ച നിലയിൽ കിടക്കുന്ന ഹെലനെയാണ് കണ്ടത്. ആൻഡ് അവൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ അവളുടെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ജാക്ക് ആനയോട് സ്കൂൾ പൂട്ടിയിട്ടും നീ എങ്ങനെ ഇത്ര രാവിലെ ഇതിന്റെ അകത്തേക്ക് കയറി എന്ന് ചോദിക്കും. അപ്പൊ ആന അതിന് ആൻസർ പറയാണ്ട് നീ പോയി അത് ഹെലനോട് ചോദിക്കുന്നു പറയും. അല്ല, റേച്ചൽ മരിക്കുന്ന ദിവസം രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ അറ്റ്ലാന്റയിലായിരുന്നു എന്ന് ഒരു മടിയുമില്ലാതെ അവൾ കള്ളം പറയും. എന്നാൽ അത് കേട്ട ജാക്കിന് നന്നായിട്ട് അറിയാം ആന പറയുന്നത് കള്ളമാണെന്ന്. കാരണം റേച്ചൽ മരിച്ച അന്നേ ദിവസം അവിടെ അടുത്തുള്ള സെമിത്തേരിയിലെ ക്യാമറയിലൂടെ ആനയെ ജാക്ക് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അവിടുന്ന് സീൻ കട്ടായിട്ട് ജാക്കും പ്രിയയും സംസാരിക്കുന്ന സമയത്ത് റിച്ചാർഡിനെ പ്രിയ അവിടെ കാണാനിടയാകും. അന്നേരം പ്രിയ ജാക്കിനോട് നിങ്ങളല്ലേ ഒരു തവണ ഈ റിച്ചാർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത്? ഞാനത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു പെണ്ണിന്റെ താടിയെല്ലാം അടിച്ച് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈം റിച്ചാർഡിന്റെ പേരിൽ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ഡോക്ടർ പ്രിയയോടും ജാക്കിനോടും ഹെലന്റെ മരണം നടന്നത് ഏകദേശം 12 മണിക്കൂർ മുമ്പാണെന്ന് പറയും. അപ്പൊ ഏനക്ക് രാവിലെ ഹെലന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഹെലൻ 12 മണിക്കൂർ മുമ്പാണ് മരിച്ചതെങ്കിൽ ഹെലൻ അല്ല രാവിലെ ഏനക്ക് മെസ്സേജ് അയച്ചത്. ഹെലന്റെ ഫോണിൽ നിന്ന് മറ്റാരോ ആണെന്ന് ഇവർക്ക് മനസ്സിലാകും. അവിടുന്ന് സീൻ കട്ടായിട്ട് വീട്ടിലെത്തിയതിനു ശേഷം ജാക്ക് ഹെലന്റെയും റേച്ചലിന്റെയും വായിൽ നിന്ന് കിട്ടിയ ബ്രേസ്ലെറ്റ്, അത് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ബ്രേസ്ലെറ്റ് ആണല്ലോ. അപ്പൊ സോയിയുടെ കയ്യിലും എന്തായാലും ആ ബ്രേസ്ലെറ്റ് കാണാൻ ചാൻസ് ഉണ്ടല്ലോ. സോ അവൻ സോയിയുടെ റൂമിൽ പോയിട്ട് ആ ബ്രേസ്ലെറ്റിന് വേണ്ടി പരതും. അന്നേരം അത് കണ്ട് സോയി ജാക്കിനോട് നീ ഇതെന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ജാക്ക് ആ ബ്രേസ്ലെറ്റ് കാണിച്ചുകൊണ്ട് നിനക്കിത് എവിടുന്ന കിട്ടിയതെന്ന് ചോദിക്കും. ഓ ഇത് ആനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. ആനയ്ക്കും ഇതേ ബ്രേസ്ലെറ്റ് ഉണ്ടോ എന്ന് ജാക്ക് ചോദിക്കും. അപ്പൊ സോയി നീ ഒരു പോലീസുകാരനാണെന്ന് വെച്ച് അതിന്റെ അർത്ഥം നിന്റെ എല്ലാ മണ്ടൻ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ പറയണം എന്നല്ല എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ആന അവളുടെ വീട്ടിലെ റൂമിൽ പോകുന്നതാണ്. ആ സമയം ചില ഓർമ്മകൾ അവളെ തേടി വരും. അതായത് അവളുടെ 16ാമത്തെ ബർത്ത്ഡേക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാൻ റേച്ചൽ, ഹെലൻ, സോയി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ കാതറിനും ഉണ്ടായിരുന്നു. കാതറിന് ഒരു ദിവസം ഡ്രിങ്ക് എന്ന് പറഞ്ഞ് റേച്ചൽ അവളുടെ മൂത്രം കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പിന്നീട് ഈ റേച്ചൽ തന്നെ അത് മൂത്രമൊന്നുമല്ല അവളെ പറ്റിച്ചതാണ് സോറി എന്നൊക്കെ പറഞ്ഞ് കാതറിനെ തിരിച്ച് അവരുടെ ഗാങ്ങിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആ ദിവസം റേച്ചൽ കാതറിന്റെയും ആനയുടെയും ഒക്കെ ഫോട്ടോ എടുത്തതായിരിക്കും ആനയ്ക്ക് ഓർമ്മ വരിക. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ പ്രിയ ടെലികോം കമ്പനിയിൽ വിളിച്ചിട്ട് ഞാൻ 3 ദിവസം മുമ്പ് നിങ്ങളോട് റേച്ചലിന്റെ കോൾ റെക്കോർഡ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് എവിടെ പോയി എന്ന് ചോദിക്കും. പക്ഷെ ജാക്ക് അത് അവന്റെ കള്ളക്കളികൾ പിടിക്കുന്നത് കൊണ്ട് തന്നെ പ്രിയ അറിയാതെ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അയാൾ അതിന് ആ റിക്വസ്റ്റ് ഡിറ്റക്റ്റീവ് ജാക്ക് ക്യാൻസൽ ചെയ്തു എന്ന് പ്രിയയോട് പറയും. അത് കേട്ട് പ്രിയക്ക് വീണ്ടും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ അന്ന് രാത്രി കാണിക്കുന്നത് ആ നാട്ടിലെ മേയർ ഒരു മീഡിയ ഇവന്റ് വിളിച്ചു കൂട്ടുന്നതാണ്. ഇതുവരെ നടന്ന കൊലപാതകങ്ങളെ പറ്റിയും ബാക്കിയുള്ളവരുടെ സംശയങ്ങൾക്കുള്ള ആൻസർ കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കും അത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ ആനയുടെ ബാഗിൽ റിച്ചാർഡ് ഒരു ഗൺ കാണും. അവനത് കണ്ടിട്ട് ആനയോട് ആന നീ എന്തിനാ ഗൺ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ ക്രൈം ന്യൂസ് ഡിപ്പാർട്ട്മെന്റിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ട് നടക്കുന്നതാണ് ഇത്. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം കാണിക്കുന്നത് മീഡിയ ഇവന്റ് ആണ്. 2 മരണങ്ങൾക്കും കാരണം ഒരാൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി സമയം വേണമെന്ന് ജാക്ക് എല്ലാവരോടുമായിട്ട് പറയും. അത് കേട്ട് അവിടെ കൂടിയ നാട്ടുകാരെല്ലാവരും ബഹളം വെക്കും. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ഞങ്ങളുടെ കുട്ടികളെ പുറത്തുവിടും? അതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവർ ബഹളം വെക്കും. അവിടെ കൊണ്ട് തീരില്ല. പിന്നെ നാട്ടുകാർ ചീത്ത വിളിക്കാനും തുടങ്ങും. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ജാക്ക് അവിടുന്ന് പോകും. ശേഷം അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ആനയെ കാത്ത് സോയി അവിടെ നിൽക്കുന്നുണ്ടാകും. അവരുടെ ഗാങ്ങിൽ പെട്ടവരാണല്ലോ മരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പിന്നിൽ ആനയാണെന്നുള്ള സംശയത്തിൽ സോയി ഓരോ കാര്യങ്ങൾ ആനയോട് ചോദിക്കും. അന്നേരം ആന സോയി ആണോ ഇതിന്റെയൊക്കെ പിന്നിലെന്ന രീതിയിൽ ഹെലൻ മരിക്കുന്ന സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. എന്നാൽ സോയി അതിന് ആൻസർ കൊടുക്കില്ല. അടുത്തത് കൊല്ലപ്പെടാൻ പോകുന്നത് ആരാണെന്ന് ഓർത്ത് നിനക്ക് ഭയമുണ്ടോ? നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഇവിടുന്ന് കുറച്ചു നാൾ എവിടെയെങ്കിലും പോയി മാറി നിൽക്ക്, ഇവിടെ അത്ര സേഫ് അല്ല എന്ന് പറഞ്ഞ് ആന എവിടുന്ന് പോകും. അത് കേട്ട് സോയിക്ക് പേടിയാകും. ഇവിടെ മറുഭാഗത്ത് റിച്ചാർഡിന് ലെറ്റ്സിയുടെ കോൾ വരും. ഞാൻ ഡലോണിക്കയിലേക്ക് വരുന്നുണ്ട്, നീ അവിടെ തന്നെ നിൽക്കണമെന്ന് ലെറ്റ്സി പറയും. ശരിക്കും അവൾ അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ ക്ലൈഡിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സി റേച്ചലിനെ പറ്റി കുറെ കാര്യങ്ങൾ ക്ലൈഡിനോട് ചോദിക്കും. റേച്ചലിന്റെയും ഹെലന്റെയും മരണത്തിന് ഉത്തരവാദികളെ കണ്ടുപിടിച്ച് അവർക്ക് തൂക്കുകയറ് വാങ്ങിക്കൊടുക്കണം. അതുപോലെ റേച്ചലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിക്കുന്നവർക്ക് ഞാൻ $50,000 റിവാർഡ് നൽകാമെന്ന് അയാൾ പറയും. ശേഷം ലെറ്റ്സി ജിമ്മിനെ വിളിച്ചിട്ട് ക്ലൈഡിന്റെ ഇന്റർവ്യൂ ഇപ്പൊ തന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ പറയും. മറുഭാഗത്ത്
ഏന വളരെ തകൃതിയായി അവളുടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ലെച്ചിക്കാണെങ്കിൽ ഇവിടെ പേടിയാകാൻ തുടങ്ങി. ഏസിൻ ഇനി എങ്ങാനും ഏന തന്റെ സ്ഥാനം തട്ടിയെടുക്കുമോ എന്ന്. അതുകൊണ്ട് അവളും നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങും. അതിനാണ് പെട്ടെന്ന് ഇപ്പം തന്നെ ക്ലൈഡിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തത്. മീൻവേൽ ജാക്ക് ആനയോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് അന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പ്രകാരം ആന ജാക്കിനെ കാണാൻ പോകും. റേച്ചൽ മരിക്കുന്ന ദിവസം അറ്റ്ലാന്റയിലായിരുന്നു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? പക്ഷെ എനിക്കറിയാം ആ ദിവസം നീ എവിടെയായിരുന്നു എന്ന്. ഞാനും റേച്ചലും തമ്മിലുണ്ടായത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി പറ, അന്ന് രാത്രി നീ ആരെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് ആന പറയും. റേച്ചലും ജാക്കിനും ഇടയിൽ സംഭവിച്ചത് ഉദ്ദേശിച്ചുകൊണ്ട് ഐ എം സോറി എന്ന് ജാക്ക് പറയും. അതിൽ നീ എപ്പോഴും എന്റെ ഫീലിംഗ്സ് കെയർ ചെയ്തിട്ടുള്ളത്? അന്ന് ഞാൻ നിന്നോട് ഷാലറ്റിനെ അവിടെ വീട്ടിലാക്കിയിട്ട് പോകണ്ട എന്ന് കേണ് പറഞ്ഞതല്ലേ? പക്ഷെ നീ എന്താ അന്ന് പറഞ്ഞത്? അവൾക്ക് കുഴപ്പമില്ല, അവൾ ഓക്കെ ആയിക്കോളുമെന്ന്. ഷാലറ്റിന്റെ മരണത്തിന് കാരണം നീയാണ്. അന്ന് നമ്മൾ ഔട്ടിങ്ങിന് പോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ കുഞ്ഞു മരിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആന വല്ലാതെ ബഹളം വെക്കും. അപ്പൊ ഷാലറ്റ് മരിച്ചതിൽ എനിക്ക് വിഷമമില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? നിനക്കറിയാമോ, നീ ഇവിടുന്ന് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയപ്പോ ഞാൻ നിന്നെ എത്ര തേടിയെന്ന്. നിന്നെ അന്വേഷിച്ച് ചെല്ലാത്ത സ്ഥലങ്ങളില്ല. ഏതായാലും ഞാൻ നിന്റെ അത്ര ക്രൂവലല്ല. ഞാൻ എപ്പോഴും സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും നിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വാക്ക് പാലിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ബട്ട് നീ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ എവിടേക്കോ പോയി എന്ന് ജാക്ക് പറയും. ഷാലറ്റിന്റെ മരണത്തിന് ശേഷം എല്ലാം ശരിയാകുമെന്ന് നീ എന്നോട് പറഞ്ഞ് നീ നിന്നെ തന്നെ കംഫോർട്ട് ആക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ എനിക്കത് കംഫർട്ടബിൾ ആകുന്നുണ്ടോ, ഞാൻ ഓക്കെ ആകുന്നുണ്ടോ എന്നൊന്നും നീ നോക്കിയില്ല. എനിക്ക് വേണ്ടത് അതൊന്നുമല്ലായിരുന്നു. ആ പെയിനിൽ തന്നെ ജീവിച്ച് അതിൽ നിന്ന് തന്നെ റിക്കവർ ആകാനുള്ള സമയം അത് മാത്രമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അതാണ് ഞാൻ ആരോടും പറയാതെ പോയതെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് കരയും. അത് കേട്ട് ജാക്ക് ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അവളെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് അവർക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കും. ഇവിടെ വെച്ച് എപ്പിസോഡ് 4 കഴിയും. ആളുകൾ പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അവരെക്കാൾ നമ്മളെ തന്നെയാണ് ബാധിക്കുക എന്നാണ്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ദേഷ്യം എന്നെ എപ്പോഴും മുമ്പോട്ട് കുതിക്കാനുള്ള ശക്തിയാണ് നൽകാറ്. ദേഷ്യത്തിന് ഒന്നെങ്കിലും നമ്മളെ നശിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ശക്തമാക്കാൻ പറ്റും. അത് ഏത് തരത്തിലാകണമെന്ന് നമ്മളത് ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കുമെന്നുള്ള ആനയുടെ വോയിസ് ഓവറിലൂടെയാണ് എപ്പിസോഡ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് പോലീസുകാരെല്ലാം കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന തിരക്കിലായിരിക്കും. ജാക്കിനാണെങ്കിൽ ക്ലെയ്ഡിനെ ആയിരിക്കും സംശയം. അപ്പോൾ ആനയുടെയും അവളുടെ ഗാങ്ങിനെയും ഉദ്ദേശിച്ചുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവർ ിടയിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും ആനയെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പ്രിയ പറയും. എന്നാൽ ജാക്കിന്റെ കണ്ണിൽ അപ്പോഴും സസ്പെക്ട് ക്ലെയ്ഡ് ആയിരിക്കും. നീ വെറുതെ ആന ഇതിൽ വലിച്ചിട്ടുണ്ട്. ഹെലൻ അറിയാം കില്ലർ ആരാണെന്ന്. കാരണം അവളെ കൊല്ലുന്ന സമയത്ത് അവൾ റെസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സൈന് കണ്ടുപിടിക്കാനായിട്ടില്ല. കില്ലറിന് ആ സ്കൂളും പരിസരവും നന്നായിട്ട് അറിയാം. സ്കൂൾ പൂട്ടിയിട്ടും കില്ലർ അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കില്ലർ ആ സ്കൂളിൽ പഠിച്ച വ്യക്തിയായിരിക്കണം. കൊലപാതകം നടന്ന ദിവസം ആ പൂട്ടിയിട്ട് സ്കൂളിൽ കയറിയത് ആനയായിരുന്നു. ആൻഡ് ആന എങ്ങനെ അതിന്റെ അകത്തേക്ക് കയറി? സോ അവളെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ജാക്ക് ക്ലൈഡിനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് റേച്ചലിന്റെ ഫോണിൽ ഉണ്ടായ ക്ലൈഡിനെ ഉപദ്രവിക്കുന്ന വീഡിയോ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ കാണിച്ച് നിന്നെ റേച്ചൽ പൈസക്ക് വേണ്ടി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ലേ? ഈ വീഡിയോ പുറത്തിറങ്ങിയാൽ നിന്റെ ഇമേജ് നഷ്ടമാകും. ഈ കാര്യം ഹെലനും അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ റേച്ചലിന് പുറമെ നീ ഹെലനെയും കൊന്നത്? റേച്ചലിന്റെ ഫോണിൽ കണ്ട ആ സീ ലെറ്റർ വരുന്ന ആളെ ബ്ലാക്ക്മെയിൽ ചെയ്ത ആ മെസ്സേജ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവൻ ഇതൊക്കെ ചോദിക്കുന്നത്. ആ ആള് ഈ ക്ലൈഡ് തന്നെയാണെന്നാണ് ജാക്ക് പറയുന്നത്. ജാക്ക് നോക്ക്, അവരെ കൊന്നത് ഞാനല്ല. ഞാനാണ് കൊന്നതെങ്കിൽ ഒരിക്കലും റേച്ചലിന്റെ കൊലപാതകയെ കുറിച്ച് അറിയുന്നവർക്ക് റിവാർഡ് കൊടുക്കാൻ തീരുമാനിക്കില്ലായിരുന്നു. റേച്ചലും ഹെലനും ആരെയോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ എന്നെയല്ല ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന് പറഞ്ഞ് ക്ലൈഡ് അവിടുന്ന് പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ പ്രിയ ആനെ അന്വേഷിച്ചുകൊണ്ട് അവൾ താമസിക്കുന്ന ഹോട്ടലിൽ പോയിട്ട് അവളെ കാണാനാകാത്തത് കൊണ്ട് അവൾ ആലിസിന്റെ അടുത്തുണ്ടാകുമെന്ന് വിചാരിച്ച് ആലിസിന്റെ അടുത്ത് പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ എത്തി ആലിസിനോട് പ്രിയ ഓരോന്നും സംസാരിക്കുന്ന സമയത്ത് ആന എവിടെ എത്തും. ഇവിടെ മറുഭാഗത്ത് ജാക്കിന് ഒരു കോൾ വരും. കാരണം റേച്ചലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയുന്നവർക്ക് ക്ലൈഡ് റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതറിഞ്ഞ് ഒരുത്ത സ്റ്റേഷനിൽ വിളിച്ചതാണ്. എന്നിട്ട് ജാക്കിനോട് ഞാനും റേച്ചലും തമ്മിൽ മുമ്പ് റിലേഷൻഷിപ്പിലായിരുന്നു എന്നും ഒരു ദിവസം എന്നെ വണ്ടിയിലിരുത്തിയിട്ട് അവൾ അവളുടെ ഏതോ ഒരു ഫ്രണ്ടിനെ കാണാൻ ആ നാട്ടിൽ ഒരു അപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ടായിരുന്നു എന്നും ഫ്രണ്ടിനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് അവളുടെ മുഖത്ത് ആരോ അടിച്ച് പാടുണ്ടായിരുന്നു എന്നും പറയും. സംഭവം എപ്പോഴാണ് നടന്നതെന്ന് ജാക്ക് ചോദിക്കുമ്പോൾ മെയ് 18-നാണെന്ന് ആ ചങ്ങായി പറയും. എന്നിട്ട് സാർ എന്റെ പൈസ എപ്പോ കിട്ടും? നിന്റെ പൈസ ഞാൻ തരുന്നുണ്ട് എന്ന് വിചാരിച്ച് ജാക്ക് കോൾ കട്ട് ചെയ്യും. മറുഭാഗത്ത് ആനയോട് പ്രിയ അന്ന് ഹെലൻ മരിച്ച ഡേ സ്കൂളിന്റെ അകത്ത് എങ്ങനെയാ നീ കയറിയതെന്ന് ചോദിക്കും. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8:30 ആകുമ്പോഴേക്കും ക്ലാസ്സിൽ കയറണമെന്നാണ് റൂൾ. പക്ഷെ കൂടുതൽ ദിവസവും ഞങ്ങൾ വൈകിയാണ് അവിടെ എത്താറ്. വൈകി എത്തുന്നവർക്ക് HMനെ കാണേണ്ടി വരും. സോ ഞങ്ങൾ ആരും കാണാതെ ഒരു മെറ്റൽ ടൂൾ ഉപയോഗിച്ച് തുറന്നാണ് ക്ലാസ്സിൽ കയറാറ്. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഇവരുടെ ആ ടീമില്ലേ, റേച്ചൽ, ഹെലൻ, സോയി, ഇവരൊക്കെ തന്നെ. അപ്പൊ അതേ മെറ്റൽ ടൂൾ വെച്ചാണ് അന്ന് സ്കൂളിൽ കയറിയതെന്ന് ഏന പറയും. ഇവിടെ മറുഭാഗത്ത് ജാക്കിനെ നേരത്തെ ഒരുത്തൻ വിളിച്ചിട്ട് റേച്ചൽ ഒരു അപ്പാർട്ട്മെന്റിൽ അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ അപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് കഴിഞ്ഞ വർഷം അവിടെ സ്റ്റേ ചെയ്തവരുടെ ലിസ്റ്റ് അയക്കണമെന്ന് പറയും. എന്നിട്ട് അവിടെ വർക്കാക്കുന്ന ബെന്നിയോട് ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറയും. ആ സമയം സോയി അവിടേക്ക് വരും. സംഭവം മരിച്ചുകൊണ്ടിരിക്കുന്നത്
അവരുടെ ഗാങ്ങിൽപ്പെട്ടവരായതുകൊണ്ട് ഇനി താനാകുമോ അടുത്ത ടാർഗറ്റ് എന്ന് പേടിച്ച് മെഗിന്റെ ക്ലാസ്മേറ്റിന്റെ വീട്ടിലാക്കിയിട്ട് അവൾ ഇവിടേക്ക് വന്നതാണ്. എന്നിട്ട് ജാക്കിനോട് ജാക്ക് എനിക്ക് പേടിയാകുന്നുണ്ടെന്ന് പറയും. അത് കേട്ട് ജാക്ക് അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ അവൾ ആനെ നിനക്ക് ശരിക്കും അറിയില്ല, അവളുടെ 16ാമത്തെ ബർത്ത്ഡേക്ക് നടന്ന കാര്യങ്ങൾ നിന്നോട് അവൾ പറഞ്ഞില്ലേ എന്ന് സോയി ചോദിക്കും. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാകില്ല. അതേസമയം പ്രിയവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കും. ജാക്ക് നിനക്കറിയില്ലേ റേച്ചലും ഹെലനും കുറച്ച് തലതിരിച്ചവരാണെന്ന്. പക്ഷെ 20 വർഷം മുമ്പ് ആനയുടെ പിറന്നാളിന് എല്ലാം കൈവിട്ടു പോയി എന്ന് സോയി പറയും. ഇവളാണെങ്കിൽ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ പറയുന്നത് കേട്ട് ജാക്കിനൊന്നും മനസ്സിലാകില്ല. അപ്പോഴേക്കും കുറച്ചു മുമ്പ് ജാക്ക് അപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുടെ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡീറ്റെയിൽസ് എടുത്ത് ബെന്നി അവിടെ വരും. അങ്ങനെ ജാക്ക് ആ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ റിച്ചാർഡിന്റെ പേരുണ്ടാകും. മുമ്പ് റിച്ചാർഡിന്റെ പേരിൽ ഒരു പെണ്ണിന്റെ താടിയെല്ലാം അടിച്ച് പൊട്ടിച്ചതിന്റെ കേസ് ഉണ്ടായിരുന്നില്ലേ. കൂടാതെ നേരത്തെ ജാക്കിനെ വിളിച്ച പുള്ളി അന്ന് അപ്പാർട്ട്മെന്റിൽ പോയ സമയത്ത് റേച്ചലിനെ ആരോ തല്ലി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് ജാക്കിന് മനസ്സിലാകും. റിച്ചാർഡ് തന്നെയാണ് റേച്ചലിനെ അന്ന് അടിച്ചതെന്ന് ജാക്കിന് ഉറപ്പാകും. എന്നിട്ട് അവൻ സോയിയോട് സോയി നോക്ക്, നിനക്കൊന്നും സംഭവിക്കില്ല, നിനക്ക് അത്രയും പേടിയാണെങ്കിൽ വേണമെങ്കിൽ നീ ഇന്ന് ഇവിടെ സ്റ്റേഷനിൽ കഴിഞ്ഞോ എന്ന് പറഞ്ഞ് ജാക്ക് അവിടെ നിന്ന് റിച്ചാർഡിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് റിച്ചാർഡിനോട് റേച്ചലിനെ പറ്റി ചോദിക്കും. അപ്പൊ റിച്ചാർഡ് ഈ റേച്ചൽ ലെറ്റ്സിയെ വല്ലാതെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ലെറ്റ്സി എന്നോട് വന്ന് ഈ കാര്യം പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി എന്റെ അപ്പാർട്ട്മെന്റിൽ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അവൾ എന്നെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കി. അത് തടയാൻ വേണ്ടി ഞാൻ അവളുടെ മോന്ത നോക്കി ഒന്ന് പൊട്ടിച്ചു. അത് മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയതാ. അന്നേരം ജാക്ക് അപ്പൊ നീ ഇങ്ങനെ അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഒരുമാതിരി ആക്കി ചോദിക്കും. ഉണ്ട്, സംശയമുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്കിയെന്ന് റിച്ചാർഡ് തിരിച്ചും പറയും. ജാക്കിന് അത് കേട്ട് ദേഷ്യം വരും. തുടർന്ന് ജാക്ക് റിച്ചാർഡിന്റെ പൊതിരത്തല്ല. ഇവിടെ അന്ന് രാത്രി സോയി സ്റ്റേഷനിലായിരിക്കും പേടിച്ചിട്ട് നിൽക്കുക. പ്രിയക്കാണെങ്കിൽ ആകെ മൊത്തം സംശയമായിരിക്കും സോയി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട്. പ്രിയ എന്നിട്ട് അവളുടെ അടുത്ത് പോയിട്ട് ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താ പറ്റിയത്, നിങ്ങൾ 4 പേർക്കും ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. 4 അല്ല 5 ആണ്, കാതറിനും ഞങ്ങളുടെ ഗാങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് സോയി പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ പിറ്റേ ദിവസം ജാക്കിന്റെ ബോസ് ആണെങ്കിൽ ജാക്കിനെ പൂരെ തെറിയായിരിക്കും. റിച്ചാർഡിനെ കയറി തല്ലിയതിന് ഞാൻ GBIനെ വിളിച്ചിട്ടുണ്ട്. അവർ ഇനി റേച്ചലിന്റെ കേസ് നോക്കിക്കോളും. നീ ഇനി ആ കേസ് അന്വേഷിക്കണ്ട. ഇനി നീ എന്റെ ഓർഡർ മറികടന്ന് ഈ കേസിന്റെ പിറകെ പോവുകയാണെങ്കിൽ നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കുമെന്ന് കർശനമായി പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത ഷോട്ടിൽ അന്ന് രാത്രി സോയി ആയിരിക്കും കാണിക്കുക. അവൾക്കാണെങ്കിൽ നല്ല പേടിയുണ്ടാകും. ഇനി ആ കില്ലർ തന്റെ അടുത്ത് വരുമോ, തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടി. ശേഷം അവൾ കുളിക്കാൻ പോകും. ആ സമയത്ത് ആരുടെ നിഴൽ അവളുടെ അടുത്ത് വരുന്നതായി നമുക്ക് കാണാം. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് പ്രിയ കാതറിനെ പറ്റി അറിയാൻ ഗൂഗിൾ നോക്കുന്നതാണ്. പക്ഷെ അവൾക്ക് കാതറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടില്ല. പകരം ഈ കാതറിന്റെ ചേച്ചി ആൻഡ്രിയെ പറ്റി ഗൂഗിളിൽ കാണും. അതിൽ ഈ ആൻഡ്രിയ അപസ്മാരം വന്ന് മരിച്ചതൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ആ സമയം റേച്ചലിന്റെ ഫോൺ കോൾ പരിശോധിച്ചതിന് ശേഷം ടെലികോം കമ്പനിയിൽ നിന്ന് പ്രിയയെ വിളിച്ചിട്ട് 3 നമ്പേഴ്സ് ആണ് റേച്ചലിനെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയും. അപ്പൊ അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ക്ലെയ്ഡ്, ഹെലൻ, പിന്നെ ജാക്ക്. ജാക്കിന്റെ പേര് കേട്ടതും പ്രിയയുടെ സംശയം മുറുകും. അതോടെ ജാക്കിന് റേച്ചലിന്റെ മരണത്തിൽ എന്തോ ബന്ധമുണ്ടെന്ന് പ്രിയക്ക് ഉറപ്പാകും. ശേഷം അവൾ ജാക്കിനെ കോൾ ചെയ്യും. എന്നാൽ അവനെ കിട്ടില്ല. മറുഭാഗത്ത് റിച്ചാർഡ് അവനും മാനിയും നിൽക്കുന്ന ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനോട് ബഹളം വെക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ റിച്ചാർഡിനും ഹെലനും ഈ ഹോട്ടലിൽ റൂം വേണ്ട, അത് ക്യാൻസൽ ആക്കിക്കോ എന്ന് പറഞ്ഞ് ഇവർക്കൊരു ലേഡിയുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വിളിച്ചയാൾ പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ച് ആ സ്റ്റാഫ് വേറെ ആൾക്ക് ഇവരുടെ റൂം കൊടുത്തു. നിലവിൽ ആ ഹോട്ടലിലെ എല്ലാ റൂമും ഒക്യുപ്പൈഡ് ആയിട്ടാ ഉള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്, എവിടെ നിൽക്കുമെന്നൊന്നും അവർക്ക് മനസ്സിലാകില്ല. ഇനി എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ആനയുടെ വണ്ടിയിലാണെങ്കിൽ പെട്രോളും തീർന്നു. അപ്പൊ റിച്ചാർഡ് ആനയോട് നമുക്കൊരു കാര്യം ചെയ്യാം, ലെച്ചിയുടെ പാരന്റ്സിന് ഒരു ലേക്ക് ഹൗസ് ഉണ്ട്, അവിടെ ഇപ്പൊ ആരും ഉണ്ടാകില്ല, നമുക്ക് തൽക്കാലം അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും ആ ലേക്ക് ഹൗസിലേക്ക് പോകും. ലേക്ക് ഹൗസിൽ പോകുന്ന സമയത്ത് ആനക്ക് അവളുടെ 16ാമത്തെ ബർത്ത്ഡേക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ ഓർമ്മ വരും. അന്ന് അവളുടെ ബർത്ത്ഡേക്ക് ആനയുടെ ക്യാമറയിൽ ഓരോ വീഡിയോസ് ഒക്കെ എടുത്ത് അവർ ഒരു കാട്ടിൽ അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. കാതറിനും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അങ്ങനെ സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് ആമ്പിള്ളേർ അവിടേക്ക് വരും. അത് റേച്ചലിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പൊ അവരെ കണ്ട് കാതറിൻ ആനയോട് ഇവർ ഇവിടേക്ക് വരുന്ന കാര്യം നിനക്കറിയാമായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ല, എനിക്കറിയില്ല എന്ന് ആന മറുപടി പറയും. ശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവന്മാരെല്ലാവരും കൂടി ഓരോന്ന് സംസാരിച്ച് അവസാനം കാതറിനെ റേപ്പ് ചെയ്തു. പെട്ടെന്ന് ആനയുടെ മൈൻഡ് പ്രസന്റിലേക്ക് വരും. ഇവിടെ വീട്ടിലെത്തിയ ജാക്ക് ആനയുടെ സ്കൂളിൽ ഇയർബുക്ക് നോക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് വെള്ളം അവന്റെ ദേഹത്ത് വീഴും. ഷടാ ഇതെന്താ എന്ന് ചിന്തിച്ച് അവൻ മുകളിലേക്ക് പോകും. മീൻവയൽ ആനയും റിച്ചാർഡും ലേക്ക് ഹൗസിലേക്ക് എത്തും. അങ്ങനെ അവിടെ കയറി ആന അവിടെയുള്ള ലെറ്റ്സിയുടെ ഫാമിലി ഫോട്ടോസ് നോക്കുന്ന സമയത്ത് അതിൽ കാതറിനും ഉണ്ടാകും. ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ ലെറ്റ്സിയാണ് കാതറിൻ. അവളുടെ ഫുൾ നെയിം ആണ് കാതറിൻ അലക്സിസ് കെല്ലി. വേറൊരു ഭാഗത്ത് സോയിയെ വിളിച്ച് മുകളിൽ കയറി ജാക്ക് കാണുന്നത് ബാർഡബിൾ മുങ്ങി ചോരയിൽ കുളിച്ച് മരിച്ച നിലയിൽ കിടക്കുന്ന സോയി ആയിരിക്കും. അത് കണ്ട് ജാക്ക് കൊളാപ്സ്ഡ് ആകും. മറുഭാഗത്ത് കാതറിനാണ് ലെറ്റ്സി എന്ന് മനസ്സിലാക്കി ആന ഞെട്ടിത്തെറിച്ചിരിക്കും. ഇവിടെ വെച്ച് എപ്പിസോഡ് 5 കഴിയും. സോയിയുടെയും റേച്ചലിന്റെയും ഹെലന്റെയും മരണത്തിന് പിന്നിൽ ആരായിരിക്കും? ലെറ്റ്സി തന്നെയാണ് കാതറിൻ എന്നറിഞ്ഞ ആനയുടെ നീക്കം ഇനി എന്തായിരിക്കും? ഹിസൻഡേഴ്സിലെ ഇനി വരും അവസാന എപ്പിസോഡായ 6ാമത്തെ എപ്പിസോഡിൽ ആരൊക്കെ ജീവിക്കും, ആരൊക്കെ മരിക്കുമെന്ന് കണ്ടറിയാം. കൂടാതെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും ഇനി വരുന്നുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ പാക്കലാം. ടിൽ ദെൻ ഗുഡ് ബൈ.